മുഖ്യമന്ത്രി പോരിൽ വി.ഡി. സതീശനെ വെട്ടാൻ കെ.സി. വേണുഗോപാൽ വിഭാഗം കരുനീക്കം തുടങ്ങി. സതീശൻ മുഖ്യമന്ത്രിയായാൽ മതിയെന്ന നിലപാടിലാണ് ലീഗ്. അതിന്റെ രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതൃത്വത്തെ കാണാൻ ഡൽഹിയിലും എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നാളെ ചേരുമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. എ.ഐ.സി.സിയുടെ നിരീക്ഷകരും ഇന്നെത്തുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. നാളെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം നാളെ ചേരും. സമയം ഇപ്പം ഞാൻ കെ.പി.സി. ഓഫീസിൽ എത്തിയിട്ട് അവിടെ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ഉണ്ട്, ദീപാജിയുണ്ട്, അവിടെയുണ്ട്. എല്ലാവർക്കും വരാനുള്ള സൗകര്യം നോക്കിയിട്ട് നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ചേരാം. സാധാരണ രീതിയിൽ ഹൈക്കമാൻഡാണ് എം.എൽ.എമാരുടെ വ്യൂ പോയിന്റ്സ് കേൾക്കുക. അതിനുശേഷം ഈ നിരീക്ഷകർ ഹൈക്കമാൻഡിൽ റിപ്പോർട്ട് ചെയ്യും. അവിടെ നിന്ന് തീരുമാനം അറിയിക്കും. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് അമ്പാടിയാണ് ചേരുന്നത്. രഞ്ജിത്ത്, ഈ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യം നമ്മൾ 2 ദിവസമായി ചോദിക്കുന്നുണ്ട്. അതിനു മുൻപേ തുടങ്ങിയ അടിയാണ്. ഏതായാലും 2 ദിവസം കഴിഞ്ഞു. ഫലം വന്നതിന് ശേഷം ഇപ്പോഴും ആ അടിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുമെന്നുള്ളതാണോ? രാഖി, കേരളത്തിലെ UDFന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഗൗരവതരമായ ചർച്ചകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് ചില വാദപ്രതിവാദങ്ങളാണെങ്കിൽ ഇപ്പോൾ അത് കുറച്ചുകൂടി ഗൗരവം കൈവന്നിരിക്കുന്നു. ആ ചർച്ചകൾക്ക് വി.ഡി. സതീശന്റെ പേരിന് വലിയൊരു മുൻതൂക്കം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സാഹചര്യം അല്പാൽപമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എങ്കിലും ഒരു അല്പം ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നത് വി.ഡി. സതീശന്റെ തന്നെയാണ്. അതിന് കാരണമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ടീം UDFനെ നയിച്ച നായകന് തന്നെ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്നൊരു ആവശ്യം, നിർദ്ദേശം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലീഗും RSPയും കേരള കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾക്ക് അത്തരമൊരു നിലപാടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് തന്നെയാണ് സതീശന്റെ സാധ്യത അല്പമൊന്ന് വർദ്ധിപ്പിക്കുന്നത്. അതേസമയം കെ.സി. വേണുഗോപാൽ ചടുലമായ നീക്കങ്ങൾ ഡൽഹിയിൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാഹുൽ ഗാന്ധിയുമായും അതുപോലെ സോണിയാഗാന്ധിയുമായുമുള്ള അടുപ്പം, അതുപോലെ പാർട്ടി ദേശീയ നേതൃത്വത്തിലുള്ള തൻ്റെ സ്വാധീനം, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തൻ്റെ പേരിന് ഒരു മുൻഗണന ലഭിക്കാനുള്ള നീക്കങ്ങൾ കെ.സി. വേണുഗോപാൽ പക്ഷം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വേണുഗോപാൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഈ കേരളത്തിലെ നിരീക്ഷകരെ തീരുമാനിക്കാനുള്ള യോഗത്തിൽ പോലും കെ.സി. വേണുഗോപാൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതായത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പോൾ ഈ ഒരു മേൽക്കോയ്മ, ഈ ഒരു മേധാവിത്വം, പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള ബന്ധം, മേധാവിത്വം ഒക്കെ കെ.സിക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ പേരിന് മുൻതൂക്കം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇതാ NSS രമേശ് ചെന്നിത്തലയുടെ പേര് മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇതോടുകൂടി സമുദായ സംഘടനകളുടെ താല്പര്യം, അതുപോലെ MLA-മാരുടെ താല്പര്യം, അതുപോലെ തന്നെ എന്തായാലും അവിടെ പോര് മുറുകുകയാണ് എന്നുള്ളത് തന്നെയാണ്.